ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP ഒളശ ഒളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്തോ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്, പോക്കി തോറ്റു ദിവസം കാണിക്കാൻ നിന്റെ പറവു ചന്ദ്രൻ വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ 2 ഓടി, അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു. ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ട നിന്റെ കിഡ്നി ഞാൻ തകർന്നു. എന്നോട് പറ. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. MTE ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ വെനക്കെടുത്താതെ പോടാ. പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല കുറച്ചുകൂടെ കിഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവിരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP ഒളശ തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്. എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ടുണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാരണം ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ്. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലെ ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും എന്ന് ഊഹിച്ചു പറ. നിനക്ക് കോമഡി മനസ്സിലാവും. അത് എരപ്പാളി, എടാ നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കൻ പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച എത്ര ഇൻഫ്ലുവൻസ് എനിക്ക് സ്ഥലത്തില്ലെന്ന് ഇപ്പോഴേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ഒളശേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ച് കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതില് ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കൊണ്ട് ആരെങ്കിലും വരാതിരിക്കും?
നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഒളസേ? ധൈര്യമായിട്ട് തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കേട്. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നോ. കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോണ്ട് വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ഇല്ലെങ്കിൽ ഞാൻ നടത്തും. കപക്ഷ മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയടാ. അച്ഛൻ അയ്യോ, അച്ഛൻ താമസിച്ച എവിടേക്ക് നോക്കി അച്ഛനെ? അയ്യോ, വരില്ലെന്നുള്ള പുല്ലേ. എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം തകരാൻ പോകും. അയ്യോ മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടാ? എന്റെ അച്ഛനെ തല്ലരുത്. അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്തേ. അച്ഛൻ ചളാക്കരുത്. പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ, ഭ്രാന്തോ? എന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞു. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ രൂപ പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഗം. മകനെ ഞാൻ അച്ചോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ചോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ചോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ചോ 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 അച്ചോ, പള്ളിയിലെ മണി കത്തി വെച്ചോ. അച്ഛാ, മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണങ്ക എപ്പത്താ തിരുമണോ? തിരുമണോ? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? എൻ മകൻ What is this? അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India shall, Mother India shall. Elena, take away daddy to his room. He's in a very critical position. Take him. Daddy, relax, daddy. എന്താ നോക്കിക്കണ? പൊയ്ക്കൂടെ? കാശോടെ? കാശോ? എന്നാ പേച്ച്? കാശ് ഓടിയാ? ഓടി വെക്കാൻ ഉണ്ടല്ലേ വീഴും. എല്ലാം ബാഷ് ആയില്ല.